സുപ്രഭാതം. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരു ദിവസം വളരെ കാലമായി പരിചയമുള്ള ഒരാളെക്കുറിച്ച് ഒരു വാർത്ത കേട്ടു. വർഷങ്ങളായി അടുത്ത് ഇടപഴകിയ ആളാണ്. ഒരേ മേശയിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അറിയാമെന്ന് തന്നെ കരുതിയിരുന്നു. പക്ഷെ ആ ദിവസം കേട്ട ഒരു ചെറിയ സംഭവം മനസ്സിൽ ഒരു ചോദ്യമുയർത്തി. ഇത്ര നാളും അടുത്തിരുന്നിട്ടും ആ മനുഷ്യനെ എനിക്ക് ശരിക്കും അറിയാമായിരുന്നോ? ആ ചിന്ത പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഒരാളുടെ കൂടെ വർഷങ്ങളോളം കഴിയാം, ഒരേ വീട്ടിൽ താമസിക്കാം, ഒരേ ഓഫീസിൽ ജോലി ചെയ്യാം, ദിവസവും സംസാരിക്കാം. എന്നിട്ടും ഒരു നാൾ അവരുടെ ഒരു വശം കണ്ടപ്പോൾ അത്ഭുതപ്പെടാം. അപ്പോൾ നാം പറയും, ഇത്ര നാളും അടുത്തിരുന്നിട്ടും ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ ആ നിമിഷം ഒരുപക്ഷെ പരിശോധിക്കേണ്ടത് അവരെക്കുറിച്ചല്ല, നമ്മുടെ കാഴ്ചയെക്കുറിച്ചാണ്. കാരണം കാണുന്നതും മനസ്സിലാക്കുന്നതും രണ്ടാണ്. നമ്മൾ പലപ്പോഴും ആളുകളെ കാണുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കുന്നില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കുന്നില്ല. അവരുടെ വാക്കുകൾ കേൾക്കുന്നു, പക്ഷെ അവരുടെ നിശബ്ദതകൾ കേൾക്കുന്നില്ല. അവരുടെ വിജയങ്ങൾ കാണുന്നു, പക്ഷെ അവരുടെ പോരാട്ടങ്ങൾ കാണുന്നില്ല. അവരുടെ പുഞ്ചിരി കാണുന്നു, പക്ഷേ അതിന് പിന്നിലെ വേദന തിരിച്ചറിയുന്നില്ല. നമ്മൾ പലപ്പോഴും ആളുകൾ അവർ ആരാണെന്നതുപോലെ കാണുന്നില്ല. അവർ ആരാണെന്ന് നാം കരുതുന്നുവോ അതുപോലെയാണ് കാണുന്നത്. അതാണ് മനസ്സിൻ്റെ കാഴ്ചയ്ക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. മുൻവിധികൾ, പ്രതീക്ഷകൾ, ധാരണകൾ ഇവയെല്ലാം ചേർന്ന് ഒരു കണ്ണാടി സൃഷ്ടിക്കുന്നു. പിന്നീട് നാം കാണുന്നത് യഥാർത്ഥമല്ല, ആ കണ്ണാടിയിലെ പ്രതിബിംബമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ വർഷങ്ങൾക്കു ശേഷം ഒരാളെ പുതുതായി കണ്ടെത്തുന്നത്. അവർ മാറിയതുകൊണ്ടല്ല, നമ്മുടെ കാഴ്ച മാറിയതുകൊണ്ടാണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തിരിച്ചറിവുകളിലൊന്ന് ഇതാണ്. ഓരോ മനുഷ്യനും ഒരു പുസ്തകമാണ്. പുറം ചട്ട കണ്ടാൽ കഥ അറിയാൻ കഴിയില്ല. 2-3 പേജുകൾ വായിച്ചാൽ മുഴുവൻ അർത്ഥമാകില്ല. ക്ഷമയോടെ വായിക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. വിധി എഴുതുന്നതിന് മുൻപ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം ചില മനുഷ്യർ സംസാരിക്കുന്നതിലേറെ ഒളിപ്പിച്ചു വയ്ക്കുന്നു. ചിലർ ചിരിക്കുന്നതിലേറെ സഹിക്കുന്നു. ചിലർ കാണിക്കുന്നതിലേറെ ജീവിക്കുന്നു. അതിനാൽ ഒരാളെക്കുറിച്ച് ഒരു നാൾ ഇത്ര നാളും അടുത്തിരുന്നിട്ടും ഒന്നും അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വികാരം തോന്നിയാൽ അത് ഒരുപക്ഷെ അവരുടെ രഹസ്യത്തെക്കുറിച്ചുള്ള കണ്ടെത്തലല്ല, നമ്മുടെ കാഴ്ചയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പരിശോധിക്കേണ്ടത് മിഴികളെയല്ല, മനസ്സിൻ്റെ കാഴ്ചയെയാണ്. കാരണം മനുഷ്യരെ കാണാൻ കണ്ണുകൾ മതി, പക്ഷെ മനുഷ്യരെ മനസ്സിലാക്കാൻ ഹൃദയം വേണം. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.